ഡു മൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടുഡേയ്സ് സ്പെഷ്യലിൽ 2 ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ടുഡേയ്സ് സ്പെഷ്യലിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുകയുള്ളൂ, നിങ്ങളത് പോസ് ചെയ്ത് സ്പെഷ്യലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നോട്ട്ബുക്കിൽ അത് എഴുതിയെടുക്കണം. ഞാനിവിടെ സോൾവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കേണ്ടി വരുമ്പോൾ ആ ബുക്കിൽ വേണം നോക്കാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതെല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രയോജനവും കിട്ടില്ല. അതുകൊണ്ടാണ് കമ്പൽസറി ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻസും അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷനും എത്തിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ നല്ല ഇൻറ്റൻഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, അത് പോസ് ചെയ്ത് എഴുതിയെടുത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം സൊല്യൂഷൻ പ്ലേ ചെയ്ത് കാണാവൂ. ഇതാണ് ക്വസ്റ്റ്യൻ. A, B and C invest in a business in the ratio 4:5:7. C is a sleeping partner, so his share of profits will be half of what it would have been if he were a working partner. If they make rupees 36,000 profit, of which 25% is reinvested in the business, how much does B get in rupees? Options: 1. 7,560, 2. 10,800, 3. 8,640, 4. 9,200. ഇത് SSC CGL ടയർ 2 2018 ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ കാണുക. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്യുകയാണ്. A, B and C invest in a business in the ratio 4:5:7. C is a sleeping partner, so his share of profits will be half of what it would have been if he were a working partner. അയാളൊരു വർക്കിംഗ് പാർട്ട്ണർ ആയിരുന്നെങ്കിൽ പ്രോഫിറ്റ് ഈ റേഷ്യോയിൽ സിക്ക് 7 കിട്ടുമായിരുന്നു. പക്ഷേ ഇയാൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട് 7 കിട്ടുന്നില്ല, അതിൻ്റെ പകുതി കിട്ടുന്നോളം. എന്നുവെച്ചാൽ റേഷ്യോ 4:5:3.5 ആണ്. നമ്മൾ യൂഷ്വലി റേഷ്യോസ് ഇങ്ങനെ ഡെസിമൽ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8:10:7 റേഷ്യോ. ഈ റേഷ്യോയിലാണ് ABC എന്ന് എഴുതണ്ടല്ലോ, ഓർഡറിലും വിചാരിച്ചാൽ മതി. ഈ റേഷ്യോയിലാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് ഉറപ്പായി. അപ്പോൾ അവിടെ വരെ കഴിഞ്ഞു. ഇഫ് ദേ മേക്ക് rupees 36,000 പ്രോഫിറ്റ്, ഓഫ് വിച്ച് 25% ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. ഈ കിട്ടിയ 36,000-ൽ 25% അതത്ര 9,000 ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ബാക്കി 27,000 ഉള്ളൂ. അത് മനസ്സിൽ വരും. അപ്പോൾ പ്രോഫിറ്റായിട്ട് അവർ 27,000 എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ബി ഗെറ്റ് എന്നാണ്. ബിക്ക് കിട്ടുന്നത് 10 ആണ്. ഔട്ട് ഓഫ് 8 + 10 + 7 25-ൽ 10 ആണ് കിട്ടുന്നത്. 27,000 ഇൻറ്റു 10/25 ഈക്വൽസ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒറ്റ വെട്ടാ. ഈ 5 കൊണ്ട് വെട്ടി 2 കൊണ്ട് വെട്ടി അതൊന്നും നിൽക്കത്തില്ല. 25-ഉം ദേ ഈ 10-ഉം ഒരു 0 100 ആവും. 100 വെട്ടി 4 വരും. 2,700 ഇൻറ്റു 4 എന്ന് കിട്ടും. 27 ഇൻറ്റു 4 108 108. 2 0 കൊടുത്താൽ 9,800. നമ്പേഴ്സ് ഇങ്ങനെ ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. 27 ഇൻറ്റു 4 കിട്ടാൻ ഡബിൾ 27 ഇരട്ടി 54 അറിയത്തില്ല. 54 ഇരട്ടി 108, അത്രേ ഉള്ളൂ. 10,800. നമ്പേഴ്സ് എത്രത്തോളം ഫെമിലിയർ ആക്കാമോ അപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ വേഗം മനസ്സിലാവും. അത് എല്ലാവരും ശീലിക്കണം. നമ്പേഴ്സ് എത്രത്തോളം ഫെമിലിയർ ആക്കാമോ അത്രത്തോളം ഫെമിലിയർ ആക്കണം. അതിന് ഞാൻ എക്സസൈസ് വീഡിയോ വിട്ടിട്ടുണ്ട്. ദ സീക്രട്ട് ഓഫ് സ്പീഡ് ഇൻ മാത്സ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അത് കാണുക, നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് അത് ഡെയിലി എഴുതുക. 1.5 മണിക്കൂർ എടുക്കും ഡെയിലി അത് എഴുതണം എന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് നല്ല സ്പീഡും ഞാൻ ഈ പറയുന്ന ഫെമിലിയാരിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ 20 മിനിറ്റ്സിൽ നിങ്ങളത് ചെയ്തു തീർക്കും ഡെയിലി.
അങ്ങനെ എത്തുമ്പോഴേ ഞാൻ പറയൂ നിങ്ങൾക്ക് കാൽക്കുലേഷൻ്റെ സ്പീഡ് ആയി എന്ന് ഞാൻ പറയും. പിന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യനും വായിച്ചാൽ ഒറ്റയടിക്ക് മനസ്സിലായി. അതെല്ലാവരും ശീലിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അത് എഴുതിയെടുക്കുക. എ ക്ലാസ് റൂം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. 8 girls left to play Kho-Kho, leaving twice as many boys as girls in the classroom. What was the number of girls and boys present initially? Options: 1 cannot be determined, 2 16, 3 24, 4 32, 5 none of these. ഇത് SBI PO എക്സാം 2000 ക്വസ്റ്റ്യനാണ്. ശരിക്കും ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ നിങ്ങൾ അത്രയും സിമ്പിളായിട്ട് എടുത്തത് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എല്ലാവരും ഇത് പോസ് ചെയ്ത് എഴുതിയെടുത്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ കാണുക. സൊല്യൂഷനിലേക്ക് പോവാം. എ ക്ലാസ് റൂം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സും ഗേൾസും ഈക്വലാണ്. എത്രയെങ്കിലും വിചാരിച്ചു. എക്സ് നോ അങ്ങനെ വിചാരിക്കുക. ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. 8 girls left to play Kho-Kho. ഗേൾസിൽ നിന്ന് 8 പേര് അങ്ങ് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ലീവിങ് ട്വൈസ് ആസ് മെനി ബോയ്സ്. അപ്പോൾ പിന്നിരിക്കുന്ന ബോയ്സ് ട്വൈസ് ആസ് മെനി ബോയ്സ് ആസ് ഗേൾസ്. ഇവിടെ റിമെയിൻ ചെയ്യുന്ന ഈ 8 പോയി കഴിഞ്ഞപ്പം ബാക്കി എത്രയാണെന്ന് വിചാരിച്ചോളൂ. ഇതാണ് ബാക്കി നേരം. 8 പോയി കഴിഞ്ഞപ്പം ആ ബാക്കി ഇരിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സിൻ്റെ പകുതിയാണെന്ന് അല്ലേ. 8 girls ലെഫ്റ്റ് ടു പ്ലേ Kho-Kho, ലീവിങ് ട്വൈസ് ആസ് മെനി ബോയ്സ് ആസ് ഗേൾസ്. പിന്നെ റിമെയിൻ ചെയ്യുന്ന ഗേൾസിൻ്റെ ട്വൈസ് ബോയ്സ് ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ഈ നമ്പർ ഇവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ നമ്പർ ഓഫ് ഗേൾസ് ഈ റിമെയിൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാണെന്നല്ലേ. അതിൻ്റെ അർത്ഥം ഈ റിമെയിൻ ചെയ്യുന്നത് ഒറിജിനലി ഉണ്ടായിരുന്ന ഗേൾസിൻ്റെ പകുതിയാണെന്നല്ലേ. 8 പേര് പോയപ്പോൾ പകുതിയാകണമെങ്കിൽ ഈ പോയ 8 പകുതി തന്നെ ആയിരിക്കണ്ടേ. അപ്പോൾ പോയ 8 ഒറിജിനലിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ 16 ഗേൾസ് ഉണ്ടായിരുന്നു. 16 ഗേൾസ് ഉണ്ടായിരുന്നെങ്കിൽ 16 ബോയ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ എന്ത് ചോദിച്ചിരിക്കുന്നത്? വാട്ട് വാസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് പ്രസൻറ്റ് ഇനിഷ്യലി? 16 + 16 = 32. സിമ്പിളായിട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് ചെയ്യാൻ സെക്കൻഡ്സ് എടുക്കാവൂ. ഇത് രണ്ടും ഈക്വലാണ്. ഇവിടുന്ന് പകുതി 8 പോയി. 8 പോയപ്പം ഇവിടുന്ന് 8 പോയപ്പം പിന്നെ റിമെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ പകുതിയാണ്. ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഇതിൻ്റെയും പകുതിയാണ്. അപ്പം 8 പോയപ്പം ഇത് പകുതിയായിട്ട് മാറിയിരുന്നു. അപ്പോൾ പോയ 8 പകുതിയായി. പോയ 8 പകുതിയാണെങ്കിൽ ഒറിജിനലി 16 ഗേൾസ് ഉണ്ടായിരുന്നു. 16 ഗേൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഈക്വലാണ് ബോയ്സും ഗേൾസും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബോയ്സും 16 ആണ്. ആൻസർ 32. ഇങ്ങനെ സിമ്പിളായിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഇതുപോലെ 1 or 2 ഡെയിലി വിടാം. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കുക. ഞാനീ പറയുന്ന അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടൂ. അങ്ങനെ വളരെ സിൻസിയറായിട്ട് ഇത് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ വിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേരെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. 100 പേരെങ്കിൽ 100 പേർ. ആ 100 പേർ ഇത് കണ്ട് വൃത്തിയായി പഠിക്കുക. അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിങ്ങളെപ്പോലെ സിൻസിയറായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരിൽ എത്തിച്ച് അവരും പഠിക്കട്ടെ. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് അവരൊക്കെ പഠിക്കട്ടെ. മെത്തേഡ്സ് പഠിക്കാൻ കഴിവുള്ള കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം
ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഹാർഡ് വർക്ക് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.